വളരെ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയാക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെയും പിന്നെ നമുക്ക് ഡിന്നറിനും കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത്. ഷുഗറുകാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. ഷുഗറുകാർക്ക് മാത്രമല്ല, ഷുഗറുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഡയറ്റിംഗ് ഒക്കെ നോക്കുന്ന ആളുകൾക്കും സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ്. അപ്പൊ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമ്മൾ കുക്കറിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇതിപ്പോ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയല്ല എടുക്കുന്നത്, ചെറുതായിട്ടൊരു നനവുള്ള രീതിയിലാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാല് നമുക്ക് കഴിക്കാൻ എളുപ്പം ആ ഒരു ചെറിയ നനവോട് കൂടിയ രീതിയിലാണ്. വല്ലാതെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സേമിയ ഉപ്പുമാവ് ചെയ്യുമ്പോൾ സേമിയ വറുത്തെടുക്കില്ല, അതുപോലെ തന്നെ ഈ ഗോതമ്പ് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഗോതമ്പ് കഞ്ഞിയിലെ ക്യാരറ്റും സവോളയും കിട്ടാ പോലത്തെ അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാത്ത ആളുകൾ അത് കാണാം. അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഉപ്പുമാവ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. എന്തായാലും എല്ലാവർക്കും വീട്ടിലെപ്പോഴും അല്ലെങ്കിൽ വീടിന്റെ അടുത്തുള്ള കടകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അധികം സമയം എടുക്കില്ല, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പൊ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്, കടുക്, തേങ്ങ ചിരവിയത്, പിന്നെ ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും സവോളയും എടുത്തിട്ടുണ്ട്. ഉള്ളിയും സവോളയും എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി കൂടുതലും സവോള ഒരു മീഡിയം സവോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഉപ്പുമാവിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി കൂടുതൽ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു 15 ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഈ നുറുക്ക് ഗോതമ്പ് നമ്മൾ എടുക്കുമ്പോൾ നന്നായി കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞെടുക്കുക. വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു സ്ട്രെയിനറിൽ എടുത്ത് വെക്കുക. വെള്ളം പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എന്താണെന്ന് വെച്ചാൽ നുറുക്ക് ഗോതമ്പിൽ ചെറിയ പൊടി ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉപ്പുമാവ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ചെയ്യാം. പിന്നെ എരിവിൻ്റെ കാര്യമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പ് ഒന്ന് എണ്ണയിൽ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ റവ ഉപ്പുമാവ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഈ ഗോതമ്പൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ റവ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാറില്ല. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർക്കാം. ഇത് ഇളക്കി കൊടുക്കുക. ഈ ഗോതമ്പിലുള്ള വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം ഗോതമ്പ് ഒന്ന് കുക്കായി തുടങ്ങണം. കുക്കായി തുടങ്ങണം എന്ന് വെച്ചാൽ ഒന്ന് ചൂടായി തുടങ്ങണം. അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് വറ്റിപ്പോകണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റവ ഉപ്പുമാവ് ചെയ്യുന്ന പോലെ തന്നെ ഇത് കുഴഞ്ഞു പോവാതിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് നമ്മുടെ ഗോതമ്പ് കഞ്ഞിയൊക്കെ പോലെ കുഴഞ്ഞങ്ങ് പോവും. അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണയിൽ ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഗോതമ്പാണ് എടുത്തത്. നുറുക്ക് ഗോതമ്പ് എന്ന് തന്നെ പറഞ്ഞിട്ട് വാങ്ങിക്കുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സെയിം നുറുക്ക് ഗോതമ്പാണ്. ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാറുള്ളതും. അപ്പോൾ നമ്മളിങ്ങനെ ഗോതമ്പ് ചൂടായി വരുമ്പോൾ ആ ഗോതമ്പ് മുരിയുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, നമ്മുടെ അരിയൊക്കെ വറുക്കുമ്പോൾ കേൾക്കുന്ന പോലെ തന്നെയുള്ള ഒരു സൗണ്ട് കേട്ട് തുടങ്ങും. പിന്നെ ഇതിലേക്ക് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ. ക്യാരറ്റ് ചേർക്കുന്ന പോലെ തന്നെ ബീൻസ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് നമ്മൾ റവ ഉപ്പുമാവിൽ ചേർക്കുന്നത് പോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മളിത് കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ ആ ക്യാരറ്റ് കുക്ക് ആയി കഴിയുമ്പോൾ കാണില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും മതി. നമ്മുടെ ഗോതമ്പ് ഇപ്പോൾ നമ്മളൊരു 1.5 മിനിറ്റായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗോതമ്പൊക്കെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. ഇപ്പോൾ ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രോസസ്സ് നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഗോതമ്പ് കുക്കറിൽ റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുക്കർ ആയതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ റോസ്റ്റ് ചെയ്തെടുത്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ കുക്കർ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലല്ലാത്ത കുക്കറൊക്കെ ആണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കാതിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുക്കറാകുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം നോൺ സ്റ്റിക്ക് പാനിൽ കുക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ
ഞാൻ പറഞ്ഞല്ലോ ഈ കപ്പിന് 1 കപ്പാണ് ഞാൻ ഗോതമ്പ് എടുത്തത്, അതായത് 240 ml കപ്പ്. ഇതിന് 2.25 കപ്പാണ് വെള്ളം എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ അളവ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും മിസ്റ്റേക്ക് വരാതെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ റവയുടെ ഉപ്പുമാവായാലും ഈ ഉപ്പുമാവായാലും അതുപോലെ തന്നെ സേമിയയുടെ ഉപ്പുമാവായാലും നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. സേമിയയും ഇതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ വറുത്തിട്ടാണ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സേമിയയും കുഴഞ്ഞു പോകും. റവയ്ക്ക് മാത്രമേ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയുള്ളൂ. നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ വറ്റൽമുളക് ചേർത്തു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി ഇഞ്ചി, സവോള, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക്, നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക. ഉള്ളി, ക്യാരറ്റും കറിവേപ്പിലയും നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സോട്ട് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് കുക്കാവുക, അത്രയേ ഉള്ളൂ. നന്നായിട്ട് കുക്കാവേണ്ട. ഉള്ളി നന്നാക്കി എടുക്കാൻ സമയമെടുക്കും. ഉള്ളി ചേർക്കാൻ വേണ്ടാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫുൾ സവാള ചേർക്കാം. ഞാനിപ്പോൾ ഹാഫ് സവാള എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മുഴുവൻ സവാളയും ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് സോട്ടായി വരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർക്കാം. ഉപ്പുമാവിൽ ചേർക്കുന്ന തേങ്ങയുടെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഉപ്പുമാവിൽ തേങ്ങ കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് ഉപ്പുമാവിൽ തേങ്ങ ചേർക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ എനിക്ക് ഉപ്പുമാവിൽ തേങ്ങ കൂടുതൽ ചേർക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തേങ്ങ ചേർക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 1 കപ്പ് അളവ് ഗോതമ്പ് എടുക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്താലും മതി. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്, നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ എല്ലാ ഉപ്പുമാവിലും ചെയ്യുമ്പോൾ പറയാറുള്ളത് പോലെ തന്നെ ചൂടുവെള്ളം മാത്രം ചേർക്കുക, അതായത് തിളച്ച വെള്ളം മാത്രം ചേർക്കുക ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. ഞാൻ ഇതിന് മുന്നേ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോഴും റവ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോഴും പറഞ്ഞിരുന്നു തിളച്ച വെള്ളം ചേർക്കുക. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുമാവിന് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റിൽ വ്യത്യാസം വരും. നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർക്കാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി തുടങ്ങി, ബാക്കിയുള്ളത് നമ്മുടെ ഗോതമ്പിൻ്റെ കൂടെ ചേർന്നിട്ട് കുക്കായിക്കോളും. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷം തേങ്ങ ചേർക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇന്നും ചെയ്യാൻ പോകുന്നത്. എല്ലാ ഉപ്പുമാവിലും അങ്ങനെ തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 2.25 കപ്പ് വെള്ളം കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഗോതമ്പ് അളന്നെടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ 2.25 കപ്പ് വെള്ളം എടുക്കുക. ഇനി ഇതൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തിളക്കട്ടെ. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി തേങ്ങ ചിരവിയത് ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു 1 കപ്പിന് 3 ടേബിൾ സ്പൂൺ ചേർത്താലും മതി, പക്ഷെ ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് നോക്കുക, ഉപ്പ് കുറവായിരിക്കും. നമ്മൾ ഉപ്പുമാവിന് ഉപ്പ് ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ പാകത്തിന് ടേസ്റ്റ് ചെയ്യുന്ന ഉപ്പിനേക്കാൾ 1 പടി മേലെ നിൽക്കണം ഉപ്പ് എപ്പോഴും. എന്താ വെച്ചാൽ നമ്മുടെ ഗോതമ്പിലേക്കൊക്കെ ഉപ്പ് പിടിച്ചു വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 പടി മേലെ നിൽക്കുക എന്ന് പറയുന്നത്. ഉപ്പ് കുറവാണ്, നമ്മൾ വെജിറ്റബിൾസിന് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എരിവൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട്. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് നോക്കണം. ഉപ്പ് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം ഗോതമ്പ് ചേർക്കുക. അത് റവയാണെങ്കിലും സേമിയാണെങ്കിലും എല്ലാം ഉപ്പ് കറക്റ്റ് ആക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് ചേർത്തിട്ട് തിളച്ച് തുടങ്ങി. ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമല്ല കേട്ടോ, സോറി, മീഡിയം ഫ്ലെയിം. കുക്കർ അടച്ചു. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് 2 വിസിൽ വരുന്നത് വരെ കുക്കാവണം. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ ഇനി 2 വിസിൽ വരട്ടെ, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കുക്കർ 2 വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ തുറക്കാൻ പോവാണ്. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു.
കണ്ടോ, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. കുഴഞ്ഞു പോവാതെ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇതുപോലെ കുഴഞ്ഞു പോവാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. അപ്പോൾ ഈ ഗോതമ്പ് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഗോതമ്പ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പ്രസ്സായി വരുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ആയി വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഗോതമ്പ് കുക്കായി. അപ്പോൾ നമുക്കിത് ഇനി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.